ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ ധ്യാനിക്കാം. ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തികളുടെ അടയാളമാണ്. കാരണം എന്തെന്നോ, ക്രിസ്തു നന്മ ചെയ്തിട്ടും ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമ്മൾ കാണുന്നു. യേശു മരണപ്പെട്ടുപോയ ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചതിലൂടെ ആ ദേശത്തെ പ്രമുഖന്മാർക്കെല്ലാം യേശു ഒരു ചോദ്യചിഹ്നമായി. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചന സംഘവും വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ. ഇങ്ങനെ നാം ഈ മനുഷ്യനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. ഇതായിരുന്നു അവരുടെ പ്രശ്നം. ക്രിസ്തു നന്മ ചെയ്തപ്പോൾ, അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ അവർ ഒരുങ്ങുകയാണ്. യേശു എപ്പോഴും പ്രവർത്തന നിരതനാണ്. പിതാവിൻ്റെ ഇഷ്ടമാണ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ചത് പുത്രന് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ചാണ്. ഇഷ്ടമുള്ളവർക്ക് ജീവൻ നൽകാനും തിരികെ എടുക്കുവാനും പുത്രനിൽ അധികാരമുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ ക്രിസ്തു യഥാർത്ഥത്തിൽ അവിടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ക്രിസ്തു പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ വളരെയധികം സ്വർഗീയമായ അർത്ഥങ്ങളുള്ളതാണ്. അത് മാനുഷ്യ ബുദ്ധിക്ക് എപ്പോഴും മനസ്സിലാകാൻ കഴിയണമെന്നില്ല. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു, എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് തെളിയിക്കുന്നത് ലാസറിന് പുനർജന്മം നൽകിക്കൊണ്ടാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രധാന പുരോഹിതനായിരുന്ന കയ്യപ്പസിൻ്റെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതായും ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്രകാരമാണ്: നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? ഇത് സ്വമേധയാ അവൻ പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരുന്നുവെന്നും പ്രവചിക്കുകയായിരുന്നു. അതെ, സകല ജനപദയ്ക്കും വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മരണത്തെ പ്രവാചക വാക്കുകളിലൂടെ പ്രഘോഷിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും പഠനവും മരണവും ഉത്ഥാനവുമെല്ലാം സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. ക്രിസ്തു ഈ പീഡാനുഭവത്തിലൂടെ കടന്നു പോകണമെന്നത് പിതാവിൻ്റെ തിരിഹിതമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് സുവിശേഷം നയിക്കുക. ക്രിസ്തു എല്ലാ ജനതകൾക്കും വേണ്ടി രക്ഷയുടെ അടയാളമായി കാൽവരി മലയുടെ വിരിമാറിൽ ഉയർത്തപ്പെട്ടു. ക്രിസ്തുവിൽ നോക്കുമ്പോഴാണ് രക്ഷയുടെ പൂർണ്ണത സകല ജനതകൾക്കും ലഭ്യമാവുക. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലേക്ക് അടുത്ത ഈ നാളുകളിൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളോട് സ്വയം സമർപ്പിക്കുവാനും ദൈവഹിതം നിറവേറ്റുവാനും നാമും പരിശ്രമിക്കണം. ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സ്വയം സമർപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സഹനത്തിൻ്റെ നൊമ്പരങ്ങളിലൂടെ വഴികളിലൂടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വവും കൃപയും ലോകത്തിന് വെളിപ്പെടുത്തപ്പെടുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.